മട്ടൺ സ്റ്റൂ വളരെ പ്രശസ്തമായ എരിവ് കുറഞ്ഞ ഒരു കറിയാണ്. ഇതേ റെസിപ്പി ഉപയോഗിച്ച് വെജിറ്റബിൾ സ്റ്റൂവും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. തേങ്ങാപ്പാലിൽ കുറുകിയ ചാറുള്ള രുചികരമായ മട്ടൺ സ്റ്റൂ എങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ പാകം ചെയ്യാമെന്ന് നോക്കാം. എന്തൊക്കെ ചേരുവകളാണ് മട്ടൺ സ്റ്റൂ തയ്യാറാക്കാൻ വേണ്ടതെന്ന് നോക്കാം. ആട്ടിറച്ചി 5 സെന്റിമീറ്റർ വലിപ്പത്തിൽ കഷ്ണങ്ങളായി നന്നായി കഴുകിയെടുത്തത് 1 കിലോഗ്രാം. സവോള കനം കുറഞ്ഞരിഞ്ഞത് 3, പച്ചമുളക് അരിഞ്ഞത് 10, വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി 2 ടേബിൾ സ്പൂൺ, ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയത് 3, ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് 1, ഏലക്ക 10, കറുവാപ്പട്ട ഏകദേശം 1 ഇഞ്ച് നീളമുള്ള കഷ്ണങ്ങൾ 5, കുരുമുളക് 1 ടേബിൾ സ്പൂൺ, ഗ്രാമ്പൂ 10, തേങ്ങാപ്പാല് 1.5 കപ്പ്, കോക്കനട്ട് ക്രീം അഥവാ തലപ്പാല് 1.5 കപ്പ്, പെരിഞ്ജീരകം പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ, വെളിച്ചെണ്ണ 100 മില്ലി, വെള്ളം 200 മില്ലി, ഉപ്പ് 1/2 ടേബിൾ സ്പൂൺ, കുഞ്ഞുള്ളി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, കറിവേപ്പില 2 തണ്ട്, ഉണക്കമുളക് 5. മാംസം പാകം ചെയ്യുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിനായി നന്നായി കഴുകി വൃത്തിയാക്കിയ മട്ടണും ചെറുതായി അരിഞ്ഞ 2 സവാളയും പച്ചമുളകും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഏലക്ക, കറുവാപ്പട്ട, കുരുമുളക്, ഗ്രാമ്പൂ, ഉപ്പ് എന്നിവയും 200 മില്ലി വെള്ളവും ചേർത്ത് ഒരു പ്രഷർ കുക്കറിൽ ഏകദേശം 15 മിനിറ്റ് വേവിക്കുക. ഇതേ സമയം തന്നെ വേറൊരു പാത്രത്തിൽ ഉരുളക്കിഴങ്ങ് പകുതി പാകമാകുന്നത് വരെ വേവിക്കുക. ഇതിന് ഏകദേശം ഒരു 5 മിനിറ്റ് വേണ്ടിവരും. സവാള വഴറ്റിയെടുക്കുക എന്നതാണ് രണ്ടാമത്തെ ഘട്ടം. അതിനായി ഒരു പാത്രത്തിൽ 50 മില്ലി ലിറ്റർ വെളിച്ചെണ്ണ ചൂടാക്കി അതിൽ ചെറുതായി അരിഞ്ഞൊരു സവാളയും ക്യാരറ്റ് അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിയും ചേർത്ത് നന്നായി വഴറ്റുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം സവാളയും ക്യാരറ്റും ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും വളരെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതേ പാത്രത്തിലേക്ക് വേവിച്ച മാംസവും പകുതി വേവിച്ച ഉരുളക്കിഴങ്ങും ചേർത്ത് ഏകദേശം 5 മിനിറ്റ് തിളപ്പിക്കുക. ഇതിലേക്ക് തേങ്ങാപ്പാൽ അഥവാ 2ാം പാൽ ചേർത്ത് ചെറുതീയിൽ ഏകദേശം 2 മിനിറ്റ് പാകം ചെയ്യുക. ഇനി ഇതിലേക്ക് കോക്കനട്ട് ക്രീം അഥവാ തലപ്പാൽ ചേർത്ത് ചെറുതീയിൽ ഏകദേശം 2 മിനിറ്റ് കൂടി പാകം ചെയ്യുക. മൂന്നാമത്തേതും അവസാനത്തേതുമായ ഘട്ടം സീസണിംഗ് തയ്യാറാക്കുക എന്നതാണ്. അതിനായി ഒരു പാനിൽ 50 മില്ലി ലിറ്റർ വെളിച്ചെണ്ണ ചൂടാക്കുക. ഇതിലേക്ക് ചെറിയ ഉള്ളി അഥവാ കുഞ്ഞുള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് ചെറുതായി വറുത്തെടുക്കുക. പാകം ചെയ്ത മാംസത്തിലേക്ക് സീസണിംഗ് ചേർത്ത് ഇളക്കുക. മട്ടൺ സ്റ്റൂ തയ്യാർ. ഇനി ഇതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റുക.
മട്ടൺ സ്റ്റൂ നന്നായിട്ടുണ്ട്. ഇത് ഒട്ടും സ്പൈസി അല്ല, എരിവ് കുറഞ്ഞ ഒരു കറിയാണ്. ആൻഡ് ഐ ഹോപ്പ് യു വിൽ എൻജോയ് ദിസ് റെസിപ്പി. താങ്ക് യു ഫോർ വാച്ചിങ്. Please consider subscribing. My name is Sebastian and you're watching 360 TV.